വെൽക്കം ടു സേറ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കൊറിയോളിസ് ഫോഴ്സിനെ കുറിച്ചാണ്. കൊറിയോളിസ് ഫോഴ്സിനെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പോവാണ്. അപ്പോൾ നമുക്കറിയാം, ഒരു റൊട്ടേറ്റിംഗ് ഫ്രെയിമിൻ്റെ അകത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് രണ്ട് ഫിറ്റിഷ്യസ് ഫോഴ്സ് ഉണ്ട്. ഒന്ന് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്, രണ്ടാമത്താണ് എന്ത്, കൊറിയോളിസ് ഫോഴ്സ്. അപ്പോൾ ഇതിന്റെ നേച്ചർ എങ്ങനെയാണ്, ഇതെങ്ങനെയാണ് പെരുമാറുന്നത്, അതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അതിനുശേഷം കൊറിയോളിസ് ഫോഴ്സ് ഭൂമിയിലെ വിവിധ മേഖലയിൽ എങ്ങനെയൊക്കെയാണ് സ്വാധീനിക്കുന്നത്, അതായത് വെതറിനെ എങ്ങനെ സ്വാധീനിക്കുന്നു, ഒരു ഫാളിംഗ് ഒബ്ജക്റ്റിൽ ഈ കൊറിയോളിസ് ഫോഴ്സിന്റെ സ്വാധീനം എന്താണ്, അങ്ങനെ വിവിധ തരത്തിലുള്ള സ്വാധീനത്തിന്റെ കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം സെൻട്രിഫ്യൂഗൽ ഫോഴ്സും കൊറിയോളിസ് ഫോഴ്സും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണ്, അതിന്റെ ഡയറക്ഷൻ ഒക്കെ എങ്ങനെയാണ്, അതാണ് ആദ്യം നോക്കുന്നത്. സോ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്, ഇറ്റ് ഈസ് എ ഫിറ്റിഷ്യസ് ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ പാർട്ടിക്കിൾ അറ്റ് റെസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു നോൺ ഇനർഷ്യൽ ഫ്രെയിം. ഞാൻ ഇവിടെ ഒരു ഡിസ്ക് കൺസിഡർ ചെയ്യാം. നോക്ക്, ഇതിനകത്ത് ഒരു പോയിന്റ് ഞാൻ ഫിക്സ് ചെയ്തു. അവിടെ ഈ ഡിസ്ക് എന്ന് പറയുന്നത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഒമേഗ ആംഗുലർ വെലോസിറ്റിയിൽ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പോയിന്റ് ഇവിടെ ഫിക്സ്ഡ് ആണ്, ഇവിടെ ഫിക്സ്ഡ് ആണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു റൊട്ടേറ്റ് ചെയ്യുന്ന ഫ്രെയിമിൽ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? ഇത് റേഡിയലി ഔട്ട്വേർഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഇതാണ്, ഇങ്ങനെയാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സിന്റെ ഡയറക്ഷൻ. ഇതിനൊരു ഉദാഹരണം നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ മനസ്സിലായിട്ടുണ്ട്. അതായത് കെമിസ്ട്രിയിൽ നിങ്ങൾ സാൾട്ട് അനാലിസിസ് ചെയ്യുന്ന നേരത്ത് നിങ്ങൾ സെൻട്രിഫ്യൂജ് ചെയ്യും അല്ലേ, അതായത് റെസിഡ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ടെസ്റ്റ് ട്യൂബ് ഒരു പ്രത്യേക മെഷീനിലേക്ക് വെക്കും. അതിനകത്ത് നമ്മൾ അത് കറക്കുന്ന സമയത്ത് അവസാനം നമുക്ക് റെസിഡ്യൂ കിട്ടും. അവിടെ ശരിക്കുള്ളത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുന്നത്. അതെങ്ങനെയാ, നിങ്ങൾ ആ സെൻട്രിഫ്യൂഗൽ മെഷീൻ്റെ അകത്തേക്ക് ടെസ്റ്റ് ട്യൂബ് ഇതെങ്ങനെ വെച്ചിട്ടുണ്ടാവും, ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എങ്ങോട്ടാണ്, പുറത്തേക്ക് ആയിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഈ പുറത്തേക്കുള്ള സെൻട്രിഫ്യൂഗൽ ഫോഴ്സിന്റെ ഫലമായിട്ടാണ് ഇവിടെ അടിയിലായിട്ട് ആര് അടിഞ്ഞു കൂടുന്നത്, റെസിഡ്യൂ ഇവിടെ അടിഞ്ഞു കൂടുന്നത്. ഇവിടെ ഇങ്ങനെ റെസിഡ്യൂ. അപ്പോൾ ഈ ഫോഴ്സ് ആണ്, ഇങ്ങനെയുള്ള ഈ ഔട്ട്വേർഡ് ആയിട്ടുള്ള ഈ ഫോഴ്സ് ആണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. അതേപോലെ നിങ്ങൾക്കറിയാം, വെണ്ണ കടഞ്ഞെടുക്കുന്നത്, തൈരിൽ നിന്നൊക്കെ വെണ്ണ കടഞ്ഞെടുക്കുന്നത് നമ്മൾ ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിന്റെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്. അപ്പോൾ ഈ പല സ്ഥലങ്ങളിലും നമ്മൾ ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിനെ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഇനി അടുത്ത് നമുക്ക് എങ്ങനെയാണ് കൊറിയോളിസ് ഫോഴ്സിന്റെ ഡയറക്ഷൻ കാര്യങ്ങൾ എങ്ങനെയാണ് അത് പെരുമാറുന്നത്. ഇപ്പോൾ കൊറിയോളിസ് ഫോഴ്സ് നിങ്ങൾക്കറിയാം, it is a fictitious force acting on a particle in motion in a non-inertial frame. അപ്പോൾ വീണ്ടും ഞാനൊരു ഡിസ്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എപ്പോഴും എന്താണ്, ഒബ്ജക്റ്റ് റെസ്റ്റിലായിരിക്കും. അതായത് നോൺ ഇനേഷ്യൽ ഫ്രെയിം നോക്കുന്ന സമയത്ത് ഒബ്ജക്റ്റ് റെസ്റ്റിലാണ്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ നിന്നാണ് ഒബ്ജക്റ്റിന് മൂവ്മെന്റ് ഉണ്ട്. അപ്പോൾ ഒരു ഉദാഹരണം നോക്കാം. ഒരു ഡിസ്ക് കൺസിഡർ ചെയ്യുക. ഇവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട്, അതേപോലെ ഇവിടെ ഒരാൾ ഇരിക്കുന്നുണ്ടായിരിക്കും. ഈ ഡിസ്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒമേഗ വെലോസിറ്റിയിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിന്ന് ഒരാൾ ഒരു പന്ത് ഇങ്ങോട്ട് എറിയാൻ വിചാരിക്കാം. ഒരു പന്ത് ഇങ്ങോട്ട് എറിയുന്നു, ഇപ്പുറത്തെ ഓപ്പോസിറ്റുള്ള ആളെ അടുത്തേക്ക് എറിയാണ്. അപ്പോൾ ഇങ്ങനെ എറിയുന്ന സമയത്ത് ഇയാൾ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. ഈ റൊട്ടേഷൻ ഇവിടെ ഉണ്ട്, ഈ ഡിസ്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ റൊട്ടേഷന്റെ ഫലമായിട്ട് ഇയാൾക്ക് അനുഭവപ്പെടുന്നത് ഈ ബോള് നേരെ പോകേണ്ടതിന് പകരം ഇങ്ങനെ കർവ് ചെയ്ത് ഇങ്ങനെ പോകുന്നതാണ്. കാരണം ഇയാൾ ഈ ഒരു ഒമേഗ വെലോസിറ്റി റൊട്ടേഷൻ ഉണ്ട്. അപ്പോൾ ആ ഫ്രെയിം നോൺ ഇനീഷ്യൽ ഫ്രെയിം റൊട്ടേറ്റ് ചെയ്യുന്ന ഫ്രെയിം നോക്കുന്ന സമയത്ത് എന്താണ്, ആ ബോൾ ഇങ്ങനെ നേരെ അപ്പുറത്താളെ പോകുന്നതിന് പകരം ഇങ്ങനെ വളയാൻ തുടങ്ങും. അപ്പോൾ ഇതാണ് കൊറിയോളിസ് ഫോഴ്സ്.
കൊറിയോളിസ് ഫോഴ്സ് പെരുമാറുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എങ്ങനെയായിരുന്നു? അതിങ്ങനെ ഔട്ട്വേർഡ് ആയിട്ടാണ് ഉള്ളത്. കൊറിയോളിസ് ഫോഴ്സ് ഈ റൊട്ടേഷൻ മോഷൻ കാരണം ഒരു ഡിഫ്ലക്ഷൻ പോലെ ഉള്ള ഒരു ഫോഴ്സ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഓക്കെ, ഇനി കൊറിയോളിസ് ഫോഴ്സിന്റെ മറ്റൊരു എക്സാമ്പിൾ. ഇവിടെ ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട്. എ ബീഡ് സ്ലൈഡ്സ് വിത്തൗട്ട് ഫ്രിക്ഷൻ ഓൺ എ റിജിഡ് വയർ റൊട്ടേറ്റിംഗ് അറ്റ് കോൺസ്റ്റന്റ് ആംഗുലാർ സ്പീഡ് ഒമേഗ. ഫൈൻഡ് ദ ഫോഴ്സ് എക്സൈറ്റഡ് ബൈ ദ വയർ ഓൺ ദ ബീഡ്. ഇവിടെ നോക്കാം, ഇതാണ് ഒരു ബീഡ്. ഇത് ഇങ്ങനെ സ്ലൈഡ് ചെയ്യുന്നുണ്ട് ഈ റോഡിൻ്റെ അകത്ത്. ഇതൊരു വയറാണ്. ഈ വയറിൽ ഇങ്ങനെ സ്ലൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഫ്രിക്ഷൻ ഇല്ല. ഇവിടെ ഈ ബീഡ് ഇരിക്കുന്ന ദൂരം എന്ന് പറയുന്ന 6 അകലത്തിലാണ്. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഒമേഗ വെലോസിറ്റിയിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളോട് ചോദിച്ചു ഫൈൻഡ് ദ ഫോഴ്സ് എക്സൈറ്റഡ് ബൈ ദ വയർ ഓൺ ദ ബീഡ്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ സൈഡ് വ്യൂ ആണ്. ഈ ചിത്രം എന്ന് പറഞ്ഞാൽ സൈഡ് വ്യൂ ആണ്. നമ്മൾ ഈ ടോപ്പ് നോക്കുകയാണ്. ഇവിടുന്ന് നോക്കാൻ വിചാരിക്കാം. ടോപ്പ് നിന്ന് നോക്കുന്ന സമയത്ത് കാണുന്ന ഒരു ചിത്രമാണ് ഇത്. ടോപ്പ് നോക്കുന്ന സമയത്ത് ഇവിടെ 3 ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നത് കാണാം. ഒന്ന് എന്താണ്? ഒന്ന് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞു ഔട്ട്വേർഡ് ആയിട്ടുള്ളത്. അതാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. ഇങ്ങോട്ടുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. പിന്നെ ആരാ? കൊറിയോളിസ് ഫോഴ്സ്. ഈ ഡയറക്ഷനിൽ കൊറിയോളിസ് ഫോഴ്സ് ഉണ്ട്. ഇതെന്താണ്? എൻ എന്ന് പറയുന്നത് കോണ്ടാക്ട് ഫോഴ്സ്. അതായത് ഈ വയർ ഇതിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ്. അതാണ് നമ്മളോട് കാണാൻ പറഞ്ഞത് ശരിക്കും. അതായത് എന്നിന്റെ വാല്യൂ ആണ് നമ്മൾ ചോദ്യത്തിൽ കാണാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഫോഴ്സ് ഞാൻ എഴുതിയിട്ടുണ്ട്. ഏതൊക്കെയാ ഫോഴ്സ്? ഒന്ന് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്, ഇതാ ഈ കാണുന്നത്. രണ്ടാമത്തതോ കൊറിയോളിസ് ഫോഴ്സ് ഇങ്ങോട്ട്. പിന്നെ കോണ്ടാക്ട് ഫോഴ്സ്. കോണ്ടാക്ട് ഫോഴ്സ് നോർമൽ ടു ദ വയർ. ഈ വയറിന് നോർമൽ ആയിരിക്കും കോണ്ടാക്ട് ഫോഴ്സ് ഉണ്ടാകുന്നത്. അപ്പോൾ ആ എന്നിന്റെ കോണ്ടാക്ട് ഫോഴ്സിന്റെ വാല്യൂ ആണ് നമ്മളോട് കാണാൻ ചോദിച്ചത്. അതെങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാം? അപ്പോൾ നമ്മളിവിടെ എഴുതാൻ പോവാണ്. ഇത് ഇക്വേഷൻ ഓഫ് മോഷൻ ഇൻ റൊട്ടേറ്റിംഗ് കോർഡിനേറ്റ്സ്. ഈ റൊട്ടേറ്റിംഗ് ഫ്രെയിം എന്ന് നോക്കുന്ന സമയത്തുള്ള ഇക്വേഷൻ ഓഫ് മോഷൻ എഴുതാൻ പോവാണ്. ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. അപ്പോൾ ഈ ബീഡ് എന്ന് പറയുന്ന ആൾ ഇതിങ്ങനെ മുന്നോട്ടേക്ക് സ്ലൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ആർ എന്ന് പറയുന്ന അകലം ഇങ്ങനെ മാറി ചേഞ്ച് കൊണ്ടേയിരിക്കുകയാണ്. ടൈമിനനുസരിച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ ടൈം ഡെറിവേറ്റീവ് എടുക്കുകയാണ് വിചാരിക്കാം. അപ്പോൾ ഈ ഡിസ്റ്റൻസിന് ടൈം ഡെറിവേറ്റീവ് എടുക്കുന്ന നേരത്ത് dr/dt എടുക്കാനായിരിക്കും. അപ്പോൾ നമ്മൾ dr/dt നമ്മളിവിടെ ഉപയോഗിക്കുന്ന ആർ ഡോട്ട് എന്നാണ്. ഇങ്ങനെയാണ് ആർ ഡോട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ dr/dt, ടൈം റേറ്റ് ഓഫ് ഡിസ്റ്റൻസ്. അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ട് ഉപയോഗിക്കുന്ന ആർ ഡോട്ട് എന്നായിരിക്കും. ആർ ഡോട്ടിന്റെ അർത്ഥം ടൈം ഡെറിവേറ്റീവ്. ഇപ്പോൾ ആർ ഡബിൾ ഡോട്ട് എന്ന അതിന്റെ മീനിങ് എന്തായിരിക്കും? ആർ ഡബിൾ ഡോട്ട് ആണെങ്കിൽ d²r/dt². ഓക്കെ, ഞാൻ ഇക്വേഷൻ ഓഫ് മോഷൻ എഴുതാൻ പോവാണ്. mr ഡബിൾ ഡോട്ട് ഈസ് ഈക്വൽ ടു എഫ് സെൻട്രിഫ്യൂഗൽ. അതായത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഇങ്ങോട്ടുള്ള ഫോഴ്സ് ആയിട്ട് ബാലൻസ് ചെയ്ത് നിൽക്കുന്നു. അതായത് ആറ് ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പം എന്താണ്? dr/dt പറഞ്ഞാൽ വെലോസിറ്റി, d²r/dt² പറഞ്ഞാൽ ആക്സലറേഷൻ. അപ്പം മാസിന്റെ ആക്സലറേഷൻ m × d²r/dt². d²r/dt² നമ്മൾ എന്ത് ഉപയോഗിക്കും? ആർ ഡബിൾ ഡോട്ട് എന്ന് ഉപയോഗിക്കും. അതാണ് ഇവിടെ എഴുതിയിട്ട്. ഈ ഇക്വേഷൻ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, ഇനി അടുത്ത ഫോഴ്സ് ഏതാ ബാലൻസ് ചെയ്തിരിക്കുന്നത്? ഒന്ന് ഈ കോണ്ടാക്ട് ഫോഴ്സും പിന്നെ ആരാണ്? കൊറിയോളിസ് ഫോഴ്സും. അപ്പൊ എനിക്ക് അടുത്ത ഇക്വേഷൻ എഴുതാമല്ലോ. എങ്ങനെ എഴുതാം? n = F കൊറിയോളിസ്. ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, അടുത്ത ഇനി നമ്മൾ ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിന്റെ ഇക്വേഷൻ നമ്മൾ അറിയാം. ഇങ്ങനെ എന്തായിരുന്നു? എഫ് സെൻട്രിഫ്യൂഗൽ = നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ m × ഒമേഗ ക്രോസ് r. ഇതായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മളിവിടെ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കുന്നത്. അപ്പോൾ എന്താ? ജസ്റ്റ് നമ്മൾ m⍵² r എന്ന് മാത്രമാണ് ഇവിടെ ഉപയോഗിക്കുന്നുള്ളൂ. എനിക്ക് രണ്ടാമത്തെ ഇക്വേഷൻ ഓഫ് മോഷനായിട്ട് നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി ഇതിൽ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവാണ്. സെൻട്രിഫ്യൂഗൽ ഇക്വേഷനെ എഴുതിയിട്ട് ഇതിൽ കൊടുക്കാൻ പോവാണ്. എഫ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് = ആണ്
എം ആർ ഒമേഗ സ്ക്വയർ. ഓക്കെ, ഇനി ഇതിനെ ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുത്തു. ഓക്കെ, substituting equation 3 in equation 1. ഒന്നാമത്തെ ഇക്വേഷന് സെൻട്രിഫ്യൂഗൽ ഫോഴ്സിന് മാറ്റി കൊടുക്കുകയാണ്. അപ്പം എന്താ, എം ആർ ഡബിൾ ഡോട്ട് ഈസ് ഈക്വൽ ടു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എം ആർ ഒമേഗ സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇവിടെ എം എമ്മും കോമൺ ആണ്. എം എം എന്താ, നമുക്ക് ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്താ ഉള്ളത്, ആർ ഡബിൾ ഡോട്ട് ഈസ് ഈക്വൽ ടു ആർ ഒമേഗ സ്ക്വയർ. ഓക്കെ, ഇനി ആർ ഡബിൾ ഡോട്ട് മൈനസ് ഒമേഗ സ്ക്വയർ ആർ ഇസ് ഈക്വൽ ടു 0. നോക്കുക, ഈ ഇക്വേഷൻ നോക്കുക. ഈ ഇക്വേഷൻ ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അപ്പോൾ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്തെടുക്കുന്ന സമയത്ത് ആറിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുക, ദ സൊല്യൂഷൻ ഓഫ് ദിസ് ഇക്വേഷൻ, സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒരു ജനറൽ സൊല്യൂഷൻ ആണ്. ആർ ഈസ് ഈക്വൽ ടു എ ഇ റേസ് ടു ഒമേഗ ടി പ്ലസ് ബി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഒമേഗ ടി. അതായത് ഇങ്ങനെയുള്ള ഈ ഒരു ഫോമിലുള്ള സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ജനറൽ സൊല്യൂഷൻ ആണിത്. ഓക്കെ, അപ്പോൾ ഇത് ആറാണ് നമുക്ക് കിട്ടി. ഞാൻ ഇനി ആർ ഡോട്ട് എടുക്കുകയാണ്. ആർ ഡോട്ട് എന്ന് പറഞ്ഞാൽ എന്താ, ടൈം ഡെറിവേറ്റീവ് എടുക്കാം. ഓക്കെ, സോ എ കോൺസ്റ്റന്റ് ആണ്, അവിടെ നിർത്തി. ഇ റേസ് ടു ഒമേഗ ടീൻ്റെ ഡെറിവേറ്റീവ് എടുത്താൽ ഇ റേസ് ടു ഒമേഗ ടി തന്നെയാണ്, പക്ഷെ നമുക്ക് പവറും കൂടി ഡെറിവേറ്റീവ് എടുക്കണം. ഒമേഗ ടി ഡെറിവേറ്റീവ് എടുത്താൽ എന്താ കിട്ടുക, ഒമേഗ പുറത്തേക്ക് വരും. ഓക്കെ, പ്ലസ് പിന്നെ ആരാ, ബി കോൺസ്റ്റന്റ്. ഇ റേസ് ടു മൈനസ് ഒമേഗ ടീൻ്റെ ഡെറിവേറ്റീവ് എടുത്താൽ ഇ റേസ് ടു മൈനസ് ഒമേഗ ടി, പിന്നെ ആരാണ്, മൈനസ് ഒമേഗ പുറത്ത് വരും. അപ്പോൾ എങ്ങനെ എഴുതാം, ഞാൻ ഒമേഗനെ കോമൺ ആയിട്ട് പുറത്തെടുക്കുന്നു. ഒമേഗ പുറത്തെടുത്താൽ എന്താ, എ ഇൻറ്റു ഇ റേസ് ടു ഒമേഗ ടി മൈനസ് ഇവിടെ ഉണ്ട് മൈനസ് ഓക്കെ, മൈനസ് ബി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഒമേഗ ടി. ഓക്കെ, ദിസ് ഈസ് ആർ ഡോട്ട്. ഇക്വേഷൻ നമ്പർ 3, ഇക്വേഷൻ നമ്പർ 4. ഇനി നമ്മൾ അടുത്ത് കൊറിയോളിസ് ഫോഴ്സിനെ എഴുതാൻ പോവാണ്. കൊറിയോളിസ് എഫ് കൊറിയോളിസ് ഫോഴ്സ്. കൊറിയോളിസ് ഫോഴ്സ് എന്താണെന്ന് നമുക്കറിയാം, എന്താണ്, -2m ഒമേഗ ക്രോസ് വി ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, -2m ഒമേഗ ക്രോസ് വി. അപ്പോൾ വി എന്ന് പറഞ്ഞാൽ എന്താ, വെലോസിറ്റി. അതിന് നമുക്ക് ആറിനെ ഉൾപ്പെടുത്തിയിട്ട് എങ്ങനെ എഴുതാൻ പറ്റും, ആർ ഡോട്ട് എന്ന് ഉപയോഗിക്കും. ആർ ഡോട്ട് പറഞ്ഞാൽ dr/dt, അതാണ് വെലോസിറ്റി. അപ്പോൾ വിനെ എനിക്ക് എങ്ങനെ മാറ്റാം, -2m ഒമേഗ ക്രോസ് ആർ ഡോട്ട് എന്ന് ഉപയോഗിക്കും അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കുന്നത്. അപ്പോൾ എഫ് കൊറിയോളിസ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു 2m ഒമേഗ ആർ ഡോട്ട് എന്ന് എടുത്താൽ മതി. ഇനി നമ്മൾ ഇത് ഇക്വേഷൻ 2ലേക്ക് കൊടുക്കാൻ പോവാണ്. ഇക്വേഷൻ 2 എന്തായിരുന്നു, ഇതാണ് ഇക്വേഷൻ 2. അപ്പോൾ ഈ എഫ് കൊറിയോളിസ് ഫോഴ്സിന് പകരം നമ്മൾ ഈ വാല്യൂ കൊടുക്കാൻ പോവാണ്. അപ്പോൾ ദിസ് നമ്പർ ഇക്വേഷൻ 5 എന്ന് കൊടുക്കാം. Substitute equation 5 in equation 2. എന്ത് വരും, n is equal to F കൊറിയോളിസ് ഫോഴ്സ് ആണ്. കൊറിയോളിസ് ഫോഴ്സ് എത്രയാ, 2m ഒമേഗ ആർ ഡോട്ട്. ഇനി ഇവിടെ നോക്കുക, ആർ ഡോട്ട് നമ്മൾ തൊട്ട് മുമ്പ് കണ്ടുപിടിച്ചു. എന്താണ്, ഇതാ ആർ ഡോട്ട്, ദിസ് ഇസ് ആർ ഡോട്ട്. ഈ ആർ ഡോട്ടിന്റെ വാല്യൂ ഇവിടെ കൊടുക്കാൻ പോകണം. എന്താ, n is equal to 2m ഇൻറ്റു ഒമേഗ ഇൻറ്റു a e raised to
ഒമേഗ ടി മൈനസ് ബി ഇ റേസ് ടു മൈനസ് ഒമേഗ ടി. പുറത്ത് ആരുടെ ഉണ്ട്? ഒമേഗ കൂടി ഉണ്ട്. ഈ ഒമേഗ കൂടി ഉണ്ട്. ഓക്കെ, ഇനി ഈ ഒമേഗ ഒമേഗ എന്താവും? ഒമേഗ സ്ക്വയർ ആവും. സോ n is equal to 2m omega square a into e raised to omega t minus b into e raised to minus omega t. ഇതാണ് നോർമൽ ഫോഴ്സ് അല്ലെങ്കിൽ കോണ്ടാക്ട് ഫോഴ്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബീഡിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആരുണ്ടാക്കുന്നത്? ഫൈൻഡ് ദ ഫോഴ്സ് എക്സൈറ്റഡ് ബൈ ദ വയർ ഓൺ ദ ബീഡ്. വയർ കൊടുക്കുന്ന ഫോഴ്സ് ആണിത്. വയർ ബീഡിന് മുകളിൽ കൊടുക്കുന്ന ഫോഴ്സ്, നോർമൽ ഫോഴ്സ്. അതിന്റെ വാല്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടെത്തി കഴിഞ്ഞാൽ എന്താണ്? n is equal to 2m omega square into a into e raised to omega t minus b into e raised to minus omega t. ഇനി അടുത്ത ടോപ്പിക്കിൽ കിടക്കാം. ഈ കൊറിയോളിസ് ഫോഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞു കുറേ സ്ഥലങ്ങളിൽ സ്വാധീനിക്കപ്പെടുന്നുണ്ട്. എങ്ങനെയൊക്കെയാണത്? അപ്പോൾ ഒന്നാമത്തെ ഡിഫ്ലക്ഷൻ ഓഫ് ഫ്രീലി ഫാളിംഗ് ബോഡി. ഒരു ഫ്രീലി ഫാളിംഗ് ബോഡി കൺസിഡർ ചെയ്യാം. അത് ഈ കൊറിയോളിസ് ഫോഴ്സ് കാരണം എന്ത് സംഭവിക്കുന്നു അതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം എന്താ നടക്കുന്നത് ഞാൻ ആദ്യം തന്നെ പറയാം. എന്താ നടക്കുന്നത്? ഡിഫ്ലക്ഷൻ ഓഫ് ഫ്രീലി ഫാളിംഗ് ബോഡി നോക്കുക. ബിക്കോസ് ഓഫ് കൊറിയോളിസ് ഫോഴ്സ് ഫാളിംഗ് ഒബ്ജക്റ്റ് ഓൺ ദ എർത്ത് ആർ ഡിഫ്ലക്റ്റഡ് ഹൊറിസോണ്ടലി. അതായത് ഒരു ഒബ്ജക്റ്റ് ഫ്രീ ഫാൾ ചെയ്യുന്ന സമയത്ത് കൊറിയോളിസ് ഫോഴ്സ് കാരണം അതിന് ഡിഫ്ലക്ഷൻ സംഭവിക്കുന്നു. അത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ നോക്കുക, ഭൂമി ഈ നമ്മൾ സ്പേസിൽ നിന്ന് നോർത്ത് പോളിലേക്ക് നോക്കുന്ന ചിത്രമാണ് കൊടുത്തത്. നോർത്ത് പോളിലേക്ക് നോക്കുന്ന എർത്തിന്റെ ചിത്രം. ഇവിടെ ഒരു ഫ്രീ ഫാൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, നമ്മളിവിടെ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഫ്രീ ഫാൾ സംഭവിക്കും. ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ ഫ്രീ ഫാൾ ചെയ്ത് തരാണ്. ഫ്രീ ഫാൾ ചെയ്യുന്നു, താഴോട്ട് ഫ്രീ ഫാൾ ചെയ്യണമായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇതെന്താണ്? ഇത് ഇവിടെ വെസ്റ്റ് ആണ്, ഇത് ഈസ്റ്റ് ആണ്. അപ്പോൾ നമ്മളെ ഭൂമി എങ്ങോട്ടാണ് കറങ്ങുന്നത്? പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. സൂര്യൻ ഉദിക്കുന്നത് കിഴക്കുന്ന് പടിഞ്ഞാറോട്ട്, ഈസ്റ്റ് നിന്ന് വെസ്റ്റിലേക്ക്. അപ്പോൾ ഭൂമി കറങ്ങുന്നത് എങ്ങോട്ടാണ്? പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട്, അതായത് വെസ്റ്റ് ടു ഈസ്റ്റ്. അപ്പോൾ ഭൂമിയുടെ റൊട്ടേഷൻ എങ്ങനെയുള്ളത്? ഒമേഗ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ നോക്കുക, ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ ഫ്രീ ഫാൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ കറക്കം കാരണം എന്താണ്? ഭൂമി എന്താണ്? ഒരു നോൺ ഇനേർഷ്യൽ ഫ്രെയിം ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ നോൺ ഇനേർഷ്യൽ ഫ്രെയിം എന്ന് നോക്കുന്ന സമയത്ത് എന്താണ്? അവിടെ ഫിറ്റേഷ്യസ് ഫോഴ്സ് ഉണ്ടാവും. ആരാണ്? ഒന്ന് സെൻട്രിഫ്യൂഗൽ, അടുത്താണ് കൊറിയോളിസ്. അപ്പോൾ ഈ കൊറിയോളിസ് ഫോഴ്സ് കാരണം ഈ ഫ്രീ ഫാൾ ചെയ്യുന്ന ഒബ്ജക്റ്റ് ഇങ്ങോട്ട് ഡിഫ്ലക്ട് ചെയ്യും. ഇങ്ങോട്ട് ഈസ്റ്റ് ഡയറക്ഷനിലേക്ക് ഡിഫ്ലക്ട് ചെയ്യും, ഈസ്റ്റിലോട്ട് ഡിഫ്ലക്ട് ചെയ്യും. അപ്പോൾ ശരിക്കും ഒരു ഒബ്ജക്റ്റ് വെക്കുന്ന സമയത്ത് എങ്ങനെ സംഭവിക്കാം? ഒരു ഒബ്ജക്റ്റ് വെക്കുന്ന സമയത്ത് നേരെ പോകുന്നതിന് പകരം കുറച്ചിങ്ങനെ ഡിഫ്ലക്ട് ചെയ്ത് പോകും ഈസ്റ്റ് ഡയറക്ഷനിലേക്കാണ്. ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈസ്റ്റും ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ എപ്പോഴും ഈസ്റ്റ് ഡയറക്ഷനിലേക്ക് ഒരു ഡിഫ്ലക്ഷൻ സംഭവിക്കും. അപ്പോൾ ശരിക്കും ആൾ വരേണ്ടത് എങ്ങനെയായിരുന്നു? നേരെ ഇങ്ങനെ വരേണ്ടത്. അപ്പോൾ ഇവിടെ ഇത്രയും ഡിഫ്ലക്ഷൻ സംഭവിച്ചു വിചാരിക്കാം. ആ അകലം എക്സ് എന്ന് ഞാൻ എടുത്തു. അപ്പോൾ നമ്മൾ ആ അകല കാണാൻ പോകുന്നത് എത്ര ഡിഫ്ലക്ട് ചെയ്യും? ഒരു ഫ്രീ ഫാൾ ചെയ്യുന്ന ഒബ്ജക്റ്റ് കൊറിയോളിസ് ഫോഴ്സ് കാരണം അതിന് ഡിഫ്ലക്ഷൻ സംഭവിച്ചു. അപ്പോൾ എത്രത്തോളം ഡിഫ്ലക്ട് ചെയ്യും? ഇനി അത് എങ്ങനെയാന്ന് നോക്കുക. അത് ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയത് ഇക്വിറ്റോറിയല്ല. അതായത് നമ്മൾ പോളിന്ന് നോക്കുന്ന സമയത്ത് ഈ സർക്കംഫറൻസ് എന്താണ്? ഇക്വേറ്റർ ആണ്. ഇക്വേറ്ററിന് ഫ്രീ ഫാൾ ചെയ്യുന്ന സമയത്താണ് ഡിഫ്ലക്ട് ചെയ്യുന്ന കാര്യം ഇപ്പൊ നമ്മൾ നോക്കി. ഇനി സപ്പോസ് ഇവിടെയാണെങ്കിൽ, കുറച്ച് മുകളിലാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? പോളിനോട് അടുത്ത് പോളിൽ എന്തായിരിക്കും സംഭവിക്കുക? പോളിൽ ഒരു ഒബ്ജക്റ്റ് ഫ്രീ ഫാൾ ചെയ്യാണ്. അപ്പൊ അതിനെങ്ങനെ ഡിഫ്ലക്ഷൻ സംഭവിക്കുമോ ഇല്ലയോ? ഇക്വേറ്ററിൽ എങ്ങനെയാണ്? അപ്പോൾ ഇതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഈ ചിത്രത്തിൽ നോക്കുക, ഇവിടെ നേരത്തെ നമ്മൾ ഇക്വേറ്ററിലെ കാര്യം പറഞ്ഞു. ഇനി നോക്കാം, കുറച്ച് മുകളിലായിട്ട് ഇവിടുന്ന് ഫ്രീ ഫാൾ ചെയ്യാനായിരിക്കാം. ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ ഫ്രീ ഫാൾ ചെയ്യാണ്. അപ്പോൾ ഫ്രീ ഫാൾ ചെയ്യുന്നിടത്ത് ഇവിടെ കാണാം 30 ഡിഗ്രി, 20 ഡിഗ്രി, 10 ഡിഗ്രി എന്നൊക്കെ. അതെന്താ സംഭവം? അത് ലാറ്റിറ്റ്യൂഡ് ആണ്. ഭൂമിന്റെ സെന്ററിൽ നിന്ന് നമ്മൾ ഇക്വേറ്ററിലേക്ക് നോക്കുന്ന സമയത്ത് അത് 0 ഡിഗ്രി ആയിട്ട് നമ്മൾ കണക്കാക്കുക. അക്ഷാംശ രേഖ എന്ന് പറയും.
ലാറ്റിറ്റ്യൂഡ് 0 ഡിഗ്രി. അങ്ങനെ മുകളിലോട്ട് പോകുന്നതിനനുസരിച്ച് ഇതിങ്ങനെ കൂടി വരും. അപ്പോൾ നമുക്കൊരു പോയിന്റ് അടയാളപ്പെടുത്തണമെങ്കിൽ നമുക്ക് അതിന്റെ ലാറ്റിറ്റ്യൂഡ് പറയാം. അപ്പോൾ ഒരു 30 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിൽ നിന്ന് ഫ്രീ ഫാൾ ചെയ്യാണ്. അപ്പോൾ അതിന് എത്രത്തോളം ഡിഫ്ലക്ഷൻ സംഭവിക്കും? ഇനി മുകളിലോട്ട് പോവാണ്, ഇവിടെ നിന്ന് എന്ത് സംഭവിക്കും? ഇവിടുന്ന് ഫ്രീ ഫാൾ ചെയ്ത് എന്ത് സംഭവിക്കും? ഇനി നേരെ പോളിൽ നേരെ ഫ്രീ ഫാൾ ചെയ്യുന്നു, എന്ത് സംഭവിക്കും? അപ്പോൾ നമ്മൾ പല പല ആംഗിളിൽ പല പല രീതിയിലാണ്. അപ്പോൾ നമ്മൾ ഒരു ജനറൽ ആയിട്ട് ഒരു ആംഗിൾ കൊണ്ടെടുക്കും, ഫൈ എന്ന് പറഞ്ഞിട്ട് ഒരു ആംഗിൾ. ആ ആംഗിളിൽ ഉള്ള ലാറ്റിറ്റ്യൂഡിൽ നിന്ന് ഫ്രീ ഫാൾ ചെയ്യുന്ന സമയത്ത് അതിനെന്താണ് സംഭവിക്കുക? അതിന് എത്രത്തോളം ഡിഫ്ലക്ട് ചെയ്യും? അതാണ് നോക്കാൻ പോകുന്നത്. ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ ബോഡി ഡ്യൂ ടു കോറിയോളിസ് ഫോഴ്സ് ഇൻ ലാറ്റിറ്റ്യൂഡ് 5. അപ്പോൾ ഏതോ ഒരു പൊസിഷൻ, ഭൂമിയുടെ ഏതൊരു ഇക്വേറ്റർ ആവാം, പോളാവാം, എവിടെയെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ അതിനെ നോട്ട് ചെയ്യുന്ന എങ്ങനെയാണ്? 5 ഉപയോഗിച്ച്, ലാറ്റിറ്റ്യൂഡ് വെച്ചിട്ട്. ആ ലാറ്റിറ്റ്യൂഡ് ഏതും ആവാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ചിത്രം കാണാം. ഇവിടെ പി എന്ന് പറഞ്ഞൊരു പോയിന്റ് കൺസിഡർ ചെയ്യാം. ഇതാണ് പി എന്ന് പറഞ്ഞ പോയിന്റ്. ദിസ് ഇസ് പി. ഇവിടെ ഞാനൊരു കോർഡിനേറ്റ് സിസ്റ്റം കൺസിഡർ ചെയ്യാണ്, പി എന്ന് പറഞ്ഞ പോയിന്റ്. ആ കോർഡിനേറ്റ് സിസ്റ്റത്തിന്റെ ഇത് സെഡ് ആക്സിസ് ഇതെടുത്തു. ദിസ് ഈസ് സെഡ് ആക്സിസ്. ഭൂമിയുടെ ഇതെന്താണ്? ഇത് വെസ്റ്റ് ആണ്, ഇതെന്താണ്? ഈസ്റ്റ്. ഭൂമി കറങ്ങുന്നുണ്ട്, വെസ്റ്റ് നിന്ന് ഈസ്റ്റിലോട്ട് ഇങ്ങനെ കറങ്ങുന്നു. ഒമേഗ വെലോസിറ്റിയിലാണ് കറങ്ങുന്നത്. അപ്പോൾ ഒമേഗയുടെ ഡയറക്ഷൻ കൂട്ടാം, മുകളിലോട്ടാണ് ഒമേഗയുടെ ഡയറക്ഷൻ. അപ്പോൾ അത് ഒമേഗ ആണെങ്കിൽ ഇതും ഒമേഗയുടെ ഡയറക്ഷൻ. ഓക്കെ, റെഡി. ഇനി ഈ പി എന്ന് പറഞ്ഞ പോയിന്റുള്ള ആക്സിസ് ആണ് ഞാൻ നോക്കുന്നത്. പി എന്ന് പറഞ്ഞ പോയിന്റിൽ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, പി ഇസ് എ പോയിന്റ് ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത് വിത്ത് ലാറ്റിറ്റ്യൂഡ് 5. നിൽക്കുന്ന ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് 5 ലാറ്റിറ്റ്യൂഡിലാണ് പി എന്ന് പറഞ്ഞ പോയിന്റ്. അടുത്ത പോയിന്റ് പി, ഇമാജിൻ എ കോർഡിനേറ്റ് സിസ്റ്റം വിത്ത് ഇറ്റ്സ് എക്സ് ആക്സിസ് അലോങ് ഈസ്റ്റ്. ഈസ്റ്റിലായിട്ടാണ് എക്സ് ആക്സിസ് ഉള്ളത്. അതായത് അത് ഇവിടെ മാർക്ക് ചെയ്തില്ല, അത് ഈ പീൻ്റെ നേരെ ഉള്ളിലേക്ക് ഇൻ ടു ദ പ്ലെയിൻ ആയിട്ടായിരിക്കും ആ ആക്സിസ് കിടക്കുന്നത്. പിന്നെ അടുത്ത് വൈ ആക്സിസ് അലോങ് നോർത്ത് ആൻഡ് സെഡ് ആക്സിസ് അലോങ് വെർട്ടിക്കലി അപ്വേർഡ് ഡയറക്ഷൻ. അപ്പോൾ സെഡ് ആക്സിസ് ഞാൻ ഓൾറെഡി ആദ്യം മാർക്ക് ചെയ്തു, കെ എന്ന് പറയുന്നത്. ഇതാണ് സെഡ് ആക്സിസ്. ഇനി വൈ ആക്സിസ് നോർത്ത് പോളേക്കായിട്ടാണ് നിൽക്കുന്നത്. ഇതാണ് വൈ ആക്സിസ്. വൈ ആക്സിസ് നമ്മൾ എന്ത് കൊടുക്കും? യൂണിറ്റ് വെക്ടർ ജെ ക്യാപ്പ് എന്ന് കൊടുക്കും. സോ ജെ ക്യാപ്പ്, കെ ക്യാപ്പ്, ജെ ക്യാപ്പ്. റെഡി. ഇനി അടുത്ത് ശ്രദ്ധിക്കാം, ഈ ആംഗിൾ 5 ആവുകയാണെങ്കിൽ ഈ ആംഗിൾ 5 ആണ്. സോ ഈ ആംഗിൾ 5 ആവുന്ന സമയത്ത് ഇത് 90 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ആംഗിൾ എന്തായിരിക്കും? ഈ ആംഗിൾ 90 മൈനസ് 5. 90 മൈനസ് 5. ഇത് 90 മൈനസ് 5 ആണെങ്കിൽ ഇതെന്തായിരിക്കും? ഓപ്പോസിറ്റ് ആംഗിൾ 90 മൈനസ് 5 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് മാത്രം മതി നമുക്ക്. പി എന്ന് പറഞ്ഞ പോയിന്റ്, ഇത് 90 മൈനസ് 5. ഇനി നോക്കാം, ഇതും ജെയും കെയും എന്താ എപ്പോഴും 90 ഡിഗ്രി ആണല്ലേ, 90 ഡിഗ്രി. ഇത് 90 മൈനസ് 5. അപ്പോൾ ഇത് എത്രയായിരിക്കും? ഈ ആംഗിൾ ഒബ്വിയസ്ലി ഇറ്റ് ഈസ് 5 ആയി. ഈ ആംഗിൾ 5 ആണ്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്ന ഒരു ഒബ്ജക്റ്റ് ഫ്രീ ഫാൾ ചെയ്യാണ്. ഒരു ഒബ്ജക്റ്റ് ഇതാ ഇവിടെയാണ് ഒരു ഒബ്ജക്റ്റ് ഉള്ളതായിരിക്കാം. ഒബ്ജക്റ്റ് ഇവിടെ ഒരു ഒബ്ജക്റ്റ് താഴോട്ട് ഫ്രീ ഫാൾ ചെയ്യായിരിക്കാം. ഇവിടുന്ന് ഈ ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ ഫ്രീ ഫാൾ ചെയ്യുന്നു നേരെ. അപ്പോൾ അങ്ങനെ ഫ്രീ ഫാൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വെലോസിറ്റി ഞാൻ എഴുതാൻ പോവാണ്. വി ഇസ് ഈക്വൽ ടു ഏത് ഡയറക്ഷനിലാണ് വരുന്നത്? കെയിലൂടെയാണ് വരുന്നത് അല്ലേ. അപ്പോൾ താഴോട്ടാണ് വരുന്നത്. അപ്പോൾ മൈനസ് കെ ഡയറക്ഷനിലാണ് വരുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ എടുക്കുന്നത് എങ്ങനെയാണ്? മൈനസ് നമ്മളിത് ഈ റൊട്ടേറ്റിംഗ് ഫ്രെയിമിൽ നോക്കുന്നതുകൊണ്ട് വി ഡാഷ് എന്നെടുത്തു. വെലോസിറ്റിന് വി ഡാഷ് ഇസ് ഈക്വൽ ടു മൈനസ് വി കെ.
മൈനസ് വരാനുള്ള റീസൺ പറഞ്ഞു, കാരണം കെ ഡയറക്ഷനിൽ ഇങ്ങനെയാണ് വരുന്നത്, ഇത് ഒറിജിനലോട്ടാണ് എടുക്കുന്നത് അല്ലേ, അപ്പോൾ മൈനസ് നമ്മൾ എടുക്കും. വി ഡാഷ് ഇസ് ഈക്വൽ ടു മൈനസ് വി കെ, അതായത് ആ ഫ്രീ ഫാൾ ചെയ്യുന്ന ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി ആണ്. എവിടെ നോക്കുന്ന നേരത്താണ് റൊട്ടേഷൻ ഫ്രെയിം, അതായത് ഭൂമിയിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഉള്ള ആ വെലോസിറ്റി. റൊട്ടേറ്റ് ചെയ്യുന്ന ഭൂമി എന്ന് പറയുന്നത് അതൊരു നോൺ ഇനർഷ്യൽ ഫ്രെയിം ആണ്. ഇനി ഇവിടെ ശ്രദ്ധിക്കാം, ഇതാണ് ആംഗുലാർ വെലോസിറ്റി. ആംഗുലാർ വെലോസിറ്റി എനിക്ക് രണ്ട് കമ്പോണന്റ് ആക്കി മാറ്റാം അല്ലേ. ആംഗുലാർ വെലോസിറ്റി ഇങ്ങനെ കിടക്കുന്നത്, ഇതിനെ രണ്ട് കമ്പോണന്റ് ആക്കാം. ഒന്ന് ഇതാ കെ ഡയറക്ഷനിൽ ഒരു കമ്പോണന്റ് കൊടുക്കാം, ജെ ഡയറക്ഷനിൽ ഒരു കമ്പോണന്റ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം ജെ ഡയറക്ഷണൽ കമ്പോണന്റ് അതെങ്ങനെയായിരിക്കും, എങ്ങനെ എഴുതാം? ജെ ഡയറക്ഷനോട് അടുത്ത് നിൽക്കുന്ന ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്, എന്താണ് ഫൈ ആംഗിൾ. ഫൈ ആംഗിൾ ആണ് ഇതല്ലേ. അപ്പോൾ എനിക്ക് ഒമേഗേനെ എങ്ങനെ മാറ്റി എഴുതാം? ഒമേഗ ഈസ് ഈക്വൽ ടു ഒമേഗ കോസ് ഫൈ ജെ ക്യാപ് പ്ലസ് ഒമേഗ സൈൻ ഫൈ കെ ക്യാപ്. ഒമേഗനെ രണ്ട് കമ്പോണന്റ് ആക്കി മാറ്റി, ഒന്ന് കെ ഡയറക്ഷനിലും ഒന്ന് ജെ ഡയറക്ഷനിലും. ജെ ഡയറക്ഷനിൽ ഫൈ ഉണ്ട്, ഫൈ ക്ലോസ്ഡ് ആണ്, ക്ലോസ് ആംഗിൾ ആവുന്ന നേരത്ത് എന്താണ് ക്ലോസ് ആയിരിക്കുന്ന കമ്പോണന്റ് കോസ് ഫൈ കമ്പോണന്റ്, മറ്റേത് സൈൻ ഫൈ കമ്പോണന്റ്. ഓക്കെ, സോ ഞാൻ ഒമേഗനെ രണ്ട് കമ്പോണന്റ് ആക്കി മാറ്റി. ഒമേഗ ഇസ് ഈക്വൽ ടു ഒമേഗ കോസ് ഫൈ ജെ ക്യാപ് പ്ലസ് ഒമേഗ സൈൻ ഫൈ കെ ക്യാപ്. ഇനി നമുക്ക് കൊറിയോളിസ് ആക്സിലറേഷൻ എഴുതാം. കൊറിയോളിസ് ആക്സിലറേഷൻ ഞാൻ അതിനെ എ സി എന്ന് വിളിച്ചു. കൊറിയോളിസ് ആക്സിലറേഷൻ എ സി ഈക്വൽ ടു എന്താണ് നമുക്കറിയാം, കൊറിയോളിസ് ഫോഴ്സ് എന്തായിരുന്നു? -2m ഒമേഗ ക്രോസ് വി ഡാഷ് ആയിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ ആക്സിലറേഷൻ ആവുന്ന നേരത്ത് മാസ് വേണ്ട, അപ്പോൾ -2 ഒമേഗ ക്രോസ് വി ഡാഷ് ആണത് കൊറിയോളിസ് ആക്സിലറേഷൻ. ഇനി നോക്കാം, ഈ വി ഡാഷ് നമ്മൾ നേരത്തെ കണ്ടു അല്ലേ. എന്താണ് വി ഡാഷ് എന്ന് പറഞ്ഞാൽ? വി ഡാഷ് ഇസ്ക്വൽ ടു മൈനസ് വി കെ ആണ്. ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എ സി എന്താവും? എ സി ഈക്വൽ ടു -2 ഒമേഗ ക്രോസ് വി ഡാഷ് എന്താണ്? വി ഡാഷ് ഇസ്ക്വൽ ടു -വി കെ. ഒമേഗ നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഒമേഗ എന്താണ്? ഇതാ ഒമേഗ കോസ് ഫൈ പ്ലസ് കോസ് ഫൈ ജെ ക്യാപ് പ്ലസ് ഒമേഗ സൈൻ ഫൈ കെ ക്യാപ്, അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം എ സി ഈക്വൽ ടു -2 ഒമേഗ കോസ് ഫൈ ജെ ക്യാപ് പ്ലസ് ഒമേഗ സൈൻ ഫൈ കെ ക്യാപ്. ഇത് നമ്മൾ ഒമേഗ മാത്രമേ എഴുതിയിട്ടുള്ളൂ, പിന്നെ ആരാണ്? ക്രോസ് മൈനസ് വി കെ ക്യാപ് കെ ക്യാപ്. അപ്പോൾ ഇതിൽ നോക്കാം, ഇവിടെ ഒമേഗ കോമൺ ആണല്ലേ, ഈ രണ്ടിലുള്ള ഒമേഗനെ കോമൺ ആണ്, ഞാൻ പുറത്തേക്ക് എടുത്തു. പിന്നെ ഇവിടെ മൈനസ് ഉണ്ട്, ഈ മൈനസ് ഉണ്ടാവും, ഈ മൈനസും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ എനിക്ക് എങ്ങനെ എഴുതാം? എ സി ഈക്വൽ ടു 2 ഒമേഗനെ പുറത്തെടുത്തു, 2 ഒമേഗ, ബാക്കി ആരാ ഉള്ളത്? കോസ് ഫൈ ജെ ക്യാപ് പ്ലസ് സൈൻ ഫൈ കെ ക്യാപ് ക്രോസ് വി എന്താണ്? വി ഇത് മാഗ്നിറ്റ്യൂഡ് ആണ്, അതിനെ നമുക്ക് പുറത്തെടുക്കാം. ഞാനിവിടെ എഴുതി 2 ഒമേഗ വി, പിന്നെ ആര് മാത്രമേ ബാക്കിയുള്ളൂ? കെ ക്യാപ്. ഓക്കെ, ഇപ്പൊ 2 ഒമേഗ വി ഇൻറ്റു ക്രോസ് പ്രൊഡക്റ്റ് എടുക്കാം. എങ്ങനെ ക്രോസ് പ്രൊഡക്റ്റ് ഇതാ? ആദ്യം കോസ് ഫൈ ഇൻറ്റു ജെ ക്യാപ് ക്രോസ് കെ ക്യാപ്, കോസ് ഫൈ ഇൻറ്റു ജെ ക്യാപ് ക്രോസ് കെ ക്യാപ് പ്ലസ് സൈൻ ഫൈ ഇൻറ്റു കെ ക്രോസ് കെ ക്യാപ് ക്രോസ് ഇൻറ്റു കെ ക്യാപ്. ഓക്കെ, ഇനി എന്താണ്
ജെ ക്രോസ് കെ ഈസ് നത്തിങ് ബട്ട് ഐ ക്യാപ്പ് ആണ്. ജെ ക്രോസ് കെ എന്ന് പറഞ്ഞാൽ ഐ ക്യാപ്പ് ആണ്. എന്താണ് കെ ക്രോസ് കെ? ഇറ്റ് ഈസ് 0. സെയിം ഡയറക്ഷൻ ഉള്ളത് നമുക്ക് ക്രോസ് പ്രോഡക്റ്റ് എടുക്കാമെങ്കിൽ ഇറ്റ് ഈസ് 0. അപ്പോൾ ഇനി ഇത് രണ്ടും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എ സി ഈസ് ഈക്വൽ ടു 2 ഒമേഗ വി ഇൻറ്റു, ഇവിടെ ഇത് മാറി നമുക്ക് കൊടുക്കാം ഐ ക്യാപ്പ് എന്ന് കൊടുക്കാം. ഇവിടെ എന്താണ് ഈ ടേം 0 ആയിപ്പോയി, അപ്പോൾ ഈ കംപ്ലീറ്റ് ടേം ഇല്ല. അപ്പോൾ ബാക്കി ആര് മാത്രമേ ഉള്ളൂ? 2 ഒമേഗ വി ഇൻറ്റു കോസ് 5 ജെ ക്രോസ് കെ ഐ ക്യാപ്പ്. ഇതാണ് ആക്സലറേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് കൊറിയോളിസ് ആക്സലറേഷന്റെ വാല്യൂ കിട്ടി. എന്താണ്? എ സി ഈക്വൽ ടു 2 ഒമേഗ വി കോസ് 5 ഐ ക്യാപ്പ്. അപ്പോൾ ഐ ക്യാപ്പ് ആണ്. ഐ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഏത് ഡയറക്ഷനിലാണുള്ളത്? നമ്മളിവിടെ നേരത്തെ പറഞ്ഞു. ഐ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ എക്സ് ഡയറക്ഷൻ ഏതാണ്? എലോങ് ഈസ്റ്റ് ആണ്. എലോങ് ഈസ്റ്റ് ഡയറക്ഷൻ. അതായത് ഈ പി പോയിന്റിന്റെ ഇൻ ടു ദ പ്ലെയിൻ ആയിട്ടാണ് ഈസ്റ്റ് ഡയറക്ഷൻ. അതായത് എക്സ് ഡയറക്ഷൻ ഉള്ളത് അങ്ങോട്ടാണ്, ഇതിന്റെ ഇൻ ടു ദ പ്ലെയിൻ ആയിട്ട്. ഇത് കെ ജെ, സോ ഐ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആയിട്ട് ഇൻ ടു ദ പ്ലെയിൻ. ഓക്കെ, നമുക്ക് ഇവിടെ എഴുതാം. The Coriolis acceleration acting towards east ഡയറക്ഷനിലാണ് Coriolis acceleration. ഇനി നമ്മൾ നോക്കുന്നത്, നമ്മൾ പറഞ്ഞു ആക്സലറേഷൻ എങ്ങോട്ടുണ്ട്? ഈസ്റ്റ് ഡയറക്ഷൻ, ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട്. അപ്പോൾ അങ്ങോട്ട് പോവാണ് എക്സ് ഡയറക്ഷനിലേക്കാണ് ഇതെന്ത്? കൊറിയോളിസ് ആക്സലറേഷൻ. അതായത് ഫ്രീലി ഫാൾ ചെയ്യുന്ന ബോഡി, ഫ്രീലി ഫാൾ ചെയ്യുന്ന ഈ ഒബ്ജക്റ്റ് ഇങ്ങനെ ഫ്രീലി ഫാൾ ചെയ്യുക കെ ഡയറക്ഷനോടെ. അപ്പോൾ എന്താണ്? ഇതിന്റെ അങ്ങോട്ടായിട്ടാണ് ഡിഫ്ലക്ഷൻ. ഈസ്റ്റ് ഡയറക്ഷനിലേക്ക് ഡിഫ്ലക്ഷൻ പോവാണ് എക്സ് ഡയറക്ഷനിൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ആക്സലറേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആക്സലറേഷൻ എനിക്ക് എഴുതാം. ആക്സലറേഷൻ in the x direction. അതായത് x ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഈസ്റ്റ് ഡയറക്ഷൻ. ഡ്യൂ ടു കൊറിയോളിസ് ഫോഴ്സ്. ഓക്കെ, അപ്പൊ എങ്ങനെ എഴുതാം? ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു, നമ്മൾ കണ്ടെത്തി 2 ഒമേഗ വി കോസ് 5. ഐ ക്യാപ്പ് ഉണ്ട്, ഡയറക്ഷൻ നമ്മൾ എടുക്കുന്നത് മാഗ്നിറ്റ്യൂഡ് മാത്രം കൺസിഡർ ചെയ്യണം. 2 ഒമേഗ വി കോസ് 5. ഇനി ഇതിനാണ് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. നമുക്ക് എക്സിന്റെ വാല്യൂ നമുക്ക് എന്താ കണ്ടിട്ട്? ആ എക്സ് ഡിഫ്ലക്ഷൻ എത്ര ഉണ്ടായി അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഫ്രീ ഫാൾ ചെയ്യുന്ന ബോഡി ഡിഫ്ലക്ട് ചെയ്ത് പോകുന്നു, എത്രത്തോളം ഡിഫ്ലക്ട്? ആ ഡിസ്റ്റൻസ് ആണ് എന്ത് പറയുന്നത്? എക്സ്. നമുക്ക് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ എക്സ് കണ്ടുപിടിക്കുക എന്നുള്ള. ഓക്കെ, assuming that the body is dropped from a height h, നമ്മൾ ഒബ്ജക്റ്റിനെ ഫ്രീ ഫാൾ ചെയ്യുന്നത് ഒരു എച്ച് ഹൈറ്റിലാണ്. ഈ ദൂരമാണ് എച്ച് ഹൈറ്റ്. ഇത്രയും ദൂരത്തു നിന്ന് ഫ്രീ ഫാൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി തുടക്കത്തിൽ എന്തായിരിക്കും അതിന്റെ വെലോസിറ്റി? ഒബ്ജക്റ്റ് ഇവിടെ നിൽക്കുന്നേ ഉള്ളൂ, തുടക്കത്തിൽ വെലോസിറ്റി ഒന്നും ഇല്ല. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി യു എന്തായിരിക്കും? യു ഈക്വൽ ടു 0 ആയിരിക്കും അല്ലേ? നോക്കുക, ഇനീഷ്യൽ വെലോസിറ്റി u is equal to 0. നമുക്കറിയാം v is equal to u plus at. ഇതിങ്ങനെ ഫ്രീ ഫാൾ ചെയ്യുന്ന സമയത്ത് എന്താ? ഫ്രീ ഫാൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങോട്ട് വരുന്ന എന്തിന്റെ ഏത് ആക്സലറേഷൻ ഉള്ളത്? ഏത് ആക്സലറേഷൻ ആണ്? ഗ്രാവിറ്റി ആണ്. അപ്പോൾ എക്ക് പകരം ഇവിടെ ജി എന്ന് കൊടുക്കുക. യു എന്താണ്? യു കിട്ടി u0 ആണ്. അപ്പോൾ v is equal to 0 plus gt or
വി ഈസ് ഈക്വൽ ടു ജി ടി. ഇനി അത് ഇവിടെ മാറ്റി കൊടുക്കുകയാണ്. ഇവിടെ നമ്മളെ വി വെലോസിറ്റി വിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. വി ഈസ് ഈക്വൽ ടു ജി ടി ഇതാക്കണം. അപ്പോൾ ഡി സ്ക്വയർ എക്സ് ബൈ ടി ടി സ്ക്വയർ എന്താവും? 2 ഒമേഗ. വിക്ക് പകരം നമ്മൾ കണ്ടുപിടിച്ചു എന്താണ്? ജി ടി കോസ് 5. ഓക്കെ, ഇത്രയാണ് നമുക്ക് കിട്ടി. ഇനി നമ്മൾ എക്സ് കണ്ടുപിടിക്കണം. ഇതിപ്പോൾ ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഇതിനെ 2 വട്ടം നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാം. 2 വട്ടം ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടും എക്സിന്റെ വാല്യൂ കിട്ടും. അതാണ് ആ ഡിഫ്ലക്ഷൻ. ഫ്രീ ഫാൾ ചെയ്യുന്ന സമയത്ത് ഡിഫ്ലക്ട് ചെയ്ത് പോകുന്ന എത്ര ഡിസ്റ്റൻസിലേക്ക് പോകും, നേരെ വരുന്ന ആൾ എത്ര ഡിസ്റ്റൻസിലേക്ക് ഡിഫ്ലക്ട് ചെയ്തു, ആ എക്സ് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ ഇനി 2 വട്ടം നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഫസ്റ്റ് ഞാൻ ഇവിടെ എഴുതാൻ പോവാണ്. ഇന്റഗ്രേറ്റിംഗ് both sides, with respect to time. അപ്പോൾ ഫസ്റ്റ് ഒരു ഇന്റഗ്രേഷൻ നടത്തുകയാണ്. നേരത്തെ ഡി സ്ക്വയർ എസ് ബൈ ഡി ടി സ്ക്വയർ ഉള്ള എന്തായി മാറും? ഡി എസ് ബൈ ഡി ടി ആയി മാറും. ഡി എസ് ബൈ ഡി ടി ആവും ഫസ്റ്റ് ഇന്റഗ്രേഷൻ. അപ്പോൾ ഇവിടെ ടി ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒറ്റ ടൈമുള്ള ടി എന്ന് പറഞ്ഞിട്ട് ടീനെ ഇന്റഗ്രേറ്റ് ചെയ്ത് എന്താ? ടി സ്ക്വയർ ബൈ 2. അപ്പോൾ ഞാൻ ഇവിടെ ഇന്റഗ്രേഷൻ റിസൾട്ട് ചെയ്താൽ പോവാണ്. ലെഫ്റ്റിൽ നമുക്ക് എന്താ കിട്ടുക? ലെഫ്റ്റിൽ ഡി എക്സ് ബൈ ഡി ടി. റൈറ്റിൽ എന്താവും? റൈറ്റിൽ ഇവിടെയുള്ള ആൾക്കാർ അങ്ങനെ തന്നെ ഉണ്ട്. 2 ഒമേഗ ജി കോസ് 5 അങ്ങനെ തന്നെ. ടീനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ ടി സ്ക്വയർ ബൈ 2. 2 ഒമേഗ ജി കോസ് 5 കോൺസ്റ്റന്റ് കട നിർത്തി ടി സ്ക്വയർ ബൈ 2. ഇന്റഗ്രേഷൻ ചെയ്താൽ ഒരു ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് വരും അല്ലേ? ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് C1. ഓക്കെ, ഇനി ഇവിടെ നോക്കാം. 2 × 2 ക്യാൻസൽ ആയി. അപ്പോൾ ബാക്കി ടി എക്സ് ബൈ ഡി ടി ഈക്വൽ ടു ഒമേഗ ജി കോസ് 5 ടി സ്ക്വയർ പ്ലസ് C1. ഇനി C1ന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? അതായത് നമ്മളൊരു കണ്ടീഷൻ കൊടുക്കുക. അതായത് T0 ആവുന്ന സമയത്ത്, വെൻ T0, അതായത് ഒബ്ജക്റ്റ് ഫ്രീ ഫാൾ ചെയ്തില്ല, അവിടെ നിൽക്കുന്നുള്ളൂ. അപ്പോൾ T0 ഒബ്ജക്റ്റ് 0 ആവുന്ന സമയത്ത് എന്തായിരിക്കും? ഡി എസ് ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി. ഒബ്ജക്റ്റ് ഫ്രീ ഫാൾ ചെയ്ത് തുടങ്ങിയില്ല, അവിടെ നിൽക്കുന്നുള്ളൂ T0. അപ്പോൾ അതിന് വെലോസിറ്റി ഉണ്ടാവും ഇല്ല. അപ്പോൾ ഡി എസ് ബൈ ഡി ടി എന്തായിരിക്കും? 0. അപ്പോൾ വെൻ ടി ഈസ് ഈക്വൽ ടു 0, ഡി എസ് ബൈ ഡി ടി ഓൾസോ 0. അപ്പോൾ എന്താ? ഈ ടേം കംപ്ലീറ്റ് 0, ഈ ടേം കംപ്ലീറ്റ് 0. അപ്പോൾ C1 തന്നെ ആയിരിക്കും. C1 0 ആയിരിക്കും. C1 ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് കിട്ടി ഇന്റഗ്രേഷൻ മാറ്റി ചെയ്താൽ ഡി എസ് ബൈ ഡി ടി ഈക്വൽ ടു ഒമേഗ ജി കോസ് 5 × ടി സ്ക്വയർ. C1 is 0. മതിയോ? ഇല്ല, എക്സ് കണ്ടെത്തണം. എക്സ് ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ എന്താ? വീണ്ടും ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. ഒന്നുകൂടെ ഇന്റഗ്രേറ്റ് ചെയ്യാം. Integrating both sides with respect to time. അപ്പോൾ ഡി എസ് ബൈ ഡി ടി ഇന്റഗ്രേറ്റ് എന്ത് കിട്ടും? എക്സ് കിട്ടും. എക്സ് ഈസ് ഈക്വൽ ടു ഒമേഗ ജി കോസ് 5 കോൺസ്റ്റന്റ് ആണ്. ടി സ്ക്വയർ ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്താ? ടി സ്ക്വയർ ഇന്റഗ്രേറ്റ് ചെയ്താൽ ടി ക്യൂബ് ഡിവൈഡ് ബൈ 3 പ്ലസ് ആര് വരും? അടുത്തൊരു ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് വീണ്ടും വരും, C2. അപ്പോൾ നമുക്ക് ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് വീണ്ടും കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ വീണ്ടും കണ്ടീഷൻ കൊടുക്കുകയാണ്. എന്താണ്? വെൻ ടി ഈക്വൽ ടു 0, ടൈം 0 ആവുന്ന സമയത്ത്, നേരത്ത് എന്താ? എക്സ് ഡയറക്ഷനിൽ എന്തെങ്കിലും ഡിസ്പ്ലേസ്മെന്റ് നടന്നു ഇല്ല. ഫ്രീ ഫാൾ ചെയ്യുന്നത് നേരെയാണ്. അത് കുറച്ച് താഴെത്തി കഴിഞ്ഞാൽ എക്സ് ഡയറക്ഷനിൽ ഡിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങുള്ളൂ. അപ്പോൾ T0 ആവുന്ന സമയത്ത് എന്താ? എക്സ് എന്താണ്? 0 ആണ്. അപ്പോൾ T0 ആവുന്ന സമയത്ത് എക്സ് ഈസ് ഓൾസോ 0. സോ T0, അപ്പോൾ ഈ ടൈം മൊത്തം 0. ആ സമയത്ത് എക്സും 0. അപ്പോൾ C2 എന്തായിരിക്കും? C2 0 ആയിരിക്കും. സോ C2 ഈസ് ഓൾസോ 0. അപ്പോൾ നമുക്ക് എക്സിന്റെ ഇക്വേഷൻ കിട്ടി. എക്സിന്റെ ഇക്വേഷൻ ഇപ്പം എന്താ കിട്ടിയത്? എക്സ് ഇസ് ഈക്വൽ ടു ഈ ടേം മാത്രം. സോ 1/3 ഒമേഗ ജി കോസ് 5 ടി ക്യൂബ്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ.
എക്സിന്റെ ഇക്വേഷൻ കിട്ടി. ഓക്കെ, ഇനി ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, ഇവിടെ ആംഗുലർ വെലോസിറ്റി ജി, പിന്നെ ലാറ്റിറ്റ്യൂഡ്, പിന്നെ ടൈം, ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ എക്സ് എത്രത്തോളം ഡിഫ്ലക്ട് ചെയ്ത് കണ്ടെത്താൻ പറ്റും. ഇനി നമുക്ക് ഒരു പക്ഷേ ടി തന്നിട്ടില്ല, പകരം നമുക്ക് ഹൈറ്റ് ആണ് തന്നു വിചാരിക്കാം. അതായത് ഒബ്ജക്റ്റ് ഫ്രീ ഫാൾ ചെയ്യുന്ന നേരത്ത് ഈ ഹൈറ്റ് എച്ച് ആണ് തന്നു വിചാരിക്കാം. എച്ച് തന്നു, എന്നിട്ട് ഡിഫ്ലക്ട് ചെയ്യുന്ന എക്സ് ഡയറക്ഷനിൽ ഡിഫ്ലക്ട് ചെയ്യുന്ന എത്ര ഡിഫ്ലക്ഷൻ നടക്കുന്നു കാണാൻ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കാണും. എച്ച് തന്നു, ടൈം തന്നില്ല, എച്ച് മാത്രം തന്നു. അപ്പോൾ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കുക എങ്ങനെയാണ് നമുക്കറിയാം. എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഈ ഒരു മോഷൻ കൺസിഡർ ചെയ്യാം. ഒബ്ജക്റ്റ് താഴോട്ട് വരികയാണല്ലേ, താഴോട്ട് വരുന്ന നേരത്തെ ആക്സലറേഷൻ എന്താണ്, ജി ആണ്. ഇനീഷ്യൽ വെലോസിറ്റി എന്താ, 0 ആണ്. എനിക്ക് ഇവിടെ ഹൈറ്റ് എസ്, ഡിസ്റ്റൻസ് പറഞ്ഞാൽ ഈ ദൂരം, ഫ്രീ ഫാൾ ചെയ്യുന്ന ഈ സ്പേസ് തൊട്ട് എർത്തിന്റെ സർഫസ് വരെയുള്ള ഈ ഡിസ്റ്റൻസ് എച്ച്. അപ്പോൾ എസ്സിന് പകരം എനിക്ക് എച്ച് എന്ന് കൊടുക്കുക. എച്ച് ഇസ് ഈക്വൽ ടു യു 0 ആണ്, യു പ്ലസ് ഹാഫ് ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ ജി ആണ്, ഫ്രീ ഫാൾ ചെയ്യുന്ന നേരത്ത് ടി സ്ക്വയർ. എച്ച് ഇസ് ഈക്വൽ ടു ഹാഫ് ജി ടി സ്ക്വയർ. സോ ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താ, 2h ബൈ ജി ആണ് ടി സ്ക്വയർ. സോ ടി എന്താണ്, ടി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2h ബൈ ജി. റൂട്ട് ഓഫ് നമുക്ക് വേറെ രീതിയിൽ ഇതാ 2h ബൈ ജി ഓൾ റൈസ് ടു ഹാഫ്. ഓക്കെ, ടൈമിൻ്റെ ഒരു ഇക്വേഷൻ. ഇനി ഞാൻ ഈ ടൈമിൻ്റെ ഇക്വേഷനെ ഇവിടെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എക്സിൻ്റെ വാല്യൂ ടൈം ഉപയോഗിക്കാതെ ഹൈറ്റ് ഉപയോഗിച്ചിട്ട് കണ്ടെത്താൻ പറ്റും. അപ്പോൾ അവസാനമായിട്ട് എങ്ങനെ മാറ്റി ചെയ്താം, എക്സിൻ്റെ വാല്യൂ എക്സ് ഇസ് ഈക്വൽ ടു 1/3 ഒമേഗ ജി ഇൻറ്റു കോസ് 5 ടി ക്യൂബ് ആണ് അല്ലേ. ടി എന്ന് പറഞ്ഞാൽ 2h ബൈ ജി ഓൾ റേസ് ടു ഹാഫ് ആണ്, ഓൾ റേസ് ടു ഹാഫ്. ഇതിന്റെ ക്യൂബ് എടുത്താൽ എന്താവും, 3/2. ഓക്കെ, ദിസ് ഈസ് ദ ഫൈനൽ ഇക്വേഷൻ. ഇനി നോക്കാം കോസ് 5. ഈ 5 0 ആവുന്ന സമയത്ത്, 0 എന്ന് പറഞ്ഞാൽ എവിടെയാ, ആദ്യ ചിത്രത്തിലേക്ക് പോവാം. 0 എന്ന് പറഞ്ഞാൽ ഇക്വേറ്റർ ആണ്, 90 എന്ന് പറഞ്ഞാൽ പോള്. അപ്പൊ ഞാൻ ഈ ഇക്വേറ്ററിന് ഫ്രീ ഫാൾ ചെയ്യുന്ന സമയത്തും പോളിന് ഫ്രീ ഫാൾ ചെയ്യുന്ന സമയത്തും എത്ര ഡിഫ്ലക്ഷൻ നടന്നു അതാണ് നോക്കുന്നത്. അപ്പൊ എനിക്ക് 5ക്ക് 0 ഇട്ട് കൊടുക്കുക, 90 ഇട്ട് കൊടുക്കുക. അപ്പൊ എനിക്ക് ഇക്വേറ്ററും പോളും കണ്ടെത്താം എന്ന് നോക്കാം. അപ്പൊ ആദ്യം ചെയ്യുന്ന ഇക്വേറ്ററിൽ എന്താ, ഇക്വേറ്റർ എന്താ, ലാറ്റിറ്റ്യൂഡ് 0. അപ്പോൾ കോസ് 0, 5 0 ആയി, കോസ് 0 ഈസ് 1. അപ്പോൾ ഈ ടേം 1 ആയി. എക്സിന്റെ എക്സ് ഇസ് ഈക്വൽ ടു 1/3 ഒമേഗ ജി 2h ബൈ ജി ഓൾ റേസ് ടു 3/2. അതായത് എന്താ, മാക്സിമം ഡിഫ്ലക്ഷൻ ഉണ്ടാവും, മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ ഇക്വേറ്ററിനാണ് ഫ്രീ ഫാൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം ഡിഫ്ലക്ഷൻ സംഭവിക്കും കൊറിയോളിസ് ഫോഴ്സ് കാരണം. ഇനി പോൾ എന്താ നോക്കുക, അറ്റ് പോൾ 5 എന്താ, 5 is equal to 90 degree. So x become x equal to, ഇപ്പോൾ cos 90 എന്താ, cos 90 is 0. So x equal to എന്താ, x equal to 0. അതിനർത്ഥം മിനിമം എന്ന് വെച്ചാൽ ഒന്നുമില്ല, 0 ആണ്, ഒരു ഡിഫ്ലക്ഷനും ഇല്ല. മിനിമം ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ചിത്രത്തിലെ ഒന്നുകൂടി പോയിട്ട് നോക്കാം. ഇവിടെ നിങ്ങൾ ഇക്വേറ്ററിന് ഫ്രീ ഫാൾ ചെയ്യാണ്. ഇക്വേറ്റർ ഫ്രീ ഫാൾ ചെയ്യുന്ന സമയത്ത് മാക്സിമം ഡിഫ്ലക്ഷൻ സംഭവിക്കും. ഈസ്റ്റ് ഡയറക്ഷനിൽ മാക്സിമം അത് വളഞ്ഞു പോവുക, ഇങ്ങനെ നേരെ വരില്ല, ഡിഫ്ലക്ട് ചെയ്തു പോകും. അതേസമയം നിങ്ങൾ പോളിന്
ഫ്രീ ഫാൾ ചെയ്യാണ്, ഒരു ഒബ്ജക്റ്റിന് ഫ്രീ ഫാൾ ചെയ്യുന്ന സമയത്ത് എന്താണ്, അതിന് ഒരു ഡിഫ്ലക്ഷൻ സംഭവിക്കില്ല. ഡിഫ്ലക്ഷൻ എന്താ, 0 ആണ്, x=0 എന്ന് കിട്ടുക എന്ന് വെച്ചാൽ നേരങ്ങൾ വരിക ചെയ്യുക, ഒരു ഡിഫ്ലക്ഷനും ഇല്ല. ഇതാണ് ഈ കൊറിയോളിസ് ഫോഴ്സിന്റെ എഫക്റ്റ് എന്ന് പറയുന്നത്. ഒരു ഡിഫ്ലക്ഷൻ ഓഫ് ഫ്രീലി ഫാളിംഗ് ബോഡി എങ്ങനെയാണ് കൊറിയോളിസ് ഫോഴ്സ് സ്വാധീനിക്കുന്നത്, ഇതാണ് ഇപ്പോൾ കണ്ടത്. ഇനി അടുത്ത ആപ്ലിക്കേഷൻ, അടുത്ത എഫക്റ്റ്, മോഷൻ ഓൺ ദ റൊട്ടേറ്റിംഗ് എർത്ത്. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടെന്താ, ഫ്രീ ഫാൾ ചെയ്യുന്ന സമയത്ത് കൊറിയോളിസ് ഫോഴ്സ് കാരണം എന്ത് മാറ്റാണ് സംഭവിച്ചത് നമ്മൾ കണ്ടു. എന്ത്, ഫ്രീ ഫാൾ ചെയ്യുന്ന സമയത്ത് ഡിഫ്ലക്ഷൻ സംഭവിക്കും. ഇക്വേറ്ററിലാണ് മാക്സിമം ആയിരിക്കും, പോളിലാണെങ്കിൽ ഒരു ഡിഫ്ലക്ഷൻ സംഭവിക്കില്ല. ഇനി ഇവിടെ നോക്കുന്നത് ഒബ്ജക്റ്റ്, അതായത് മോഷൻ നടക്കുന്നത് ഇങ്ങനെയാണ്, ഈ ഡയറക്ഷനിൽ മോഷൻ ഇങ്ങനെ നടക്കുകയാണ്. ഒരു ബോഡി ഇത് അങ്ങനെ മോഷൻ, അങ്ങനെയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്, കൊറിയോളിസ് ഫോഴ്സ് കാരണം അതിന് എന്ത് എഫക്റ്റ് ആണ് ഉണ്ടാകുന്നത്. ഒരു ബോഡി ഇങ്ങനെ മോഷൻ ചെയ്യുന്നു. അപ്പോൾ ഈ എർത്തിന്റെ സെന്റർ ആണ്, മാർക്ക് ചെയ്യാം, സെന്റർ ഓഫ് എർത്ത്. ഇത് ലാറ്റിറ്റ്യൂഡ് 5, ഇതെന്താണ്, ഇത് വെസ്റ്റ്, ഇത് ഈസ്റ്റ്, അങ്ങനെയാണ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത്, ഇങ്ങനെ ഈ ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്നു ഒമേഗ ആംഗുലർ ഫ്രീക്വൻസി. അപ്പോൾ ഇതാണ് ആംഗുലർ ഫ്രീക്വൻസി എന്ന് പറയുന്നത്, ഒമേഗ. വെക്ടർ ആയിട്ട് എടുത്തു. ഇനി നോക്കുക, ഈ ഒമേഗനെ എനിക്ക് 2 കമ്പോണന്റ് ആക്കാം. ഇവിടെ ഈ ഒമേഗനെ 2 കമ്പോണന്റ്, ഒന്ന് ഈ വെർട്ടിക്കൽ ആയിട്ട് ഒരു കമ്പോണന്റ് ആക്കാം, ഈ ഒരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു കമ്പോണന്റ് ആക്കാം. അപ്പോൾ വെർട്ടിക്കൽ കമ്പോണന്റ് ഞാൻ വിളിച്ചു ഒമേഗ വി. ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഈ കമ്പോണന്റ്, ഒമേഗ എച്ച് എന്ന് വിളിച്ചു, ഒമേഗ എച്ച്. റെഡി? ഇനി നോക്കാം, consider a particle of mass m moving with a velocity v horizontally at latitude 5 on the surface of earth. Earth is rotating with angular velocity omega. ഒരു m എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ്, ഇവിടെ m മാസുള്ള ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യാണ്, ഇങ്ങനെ മൂവ് ചെയ്യുന്നു. ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് എർത്ത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ മൂവ് ചെയ്യുന്ന ആൾക്ക് ഈ എർത്തിന്റെ റൊട്ടേഷൻ കാരണമുള്ള കൊറിയോളിസ് ഫോഴ്സ്, ആ കൊറിയോളിസ് ഫോഴ്സ് കാരണം എന്ത് മാറ്റാണ് സംഭവിക്കുക, ഇങ്ങനെ പോകുന്ന ഒരാൾക്ക് സംഭവിക്കും. ഇതാണ് നോക്കുന്നത്. കൊറിയോളിസ് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ദ മാസ് ഈസ്, കൊറിയോളിസ് ഫോഴ്സിന്റെ ഇക്വേഷൻ നോക്കറേ, F is equal to എന്താണ്, -2m ഒമേഗ ക്രോസ് വി ഡാഷ്. ഓക്കെ, കൊറിയോളിസ് ഫോഴ്സിന്റെ ജനറൽ എക്സ്പ്രഷൻ. ഇനി ഒമേഗനെ നമ്മൾ 2 കമ്പോണന്റ് ആക്കി എന്ന് പറഞ്ഞു. അപ്പോൾ ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താ, ഒമേഗ ഇസ് ഈക്വൽ ടു ഒമേഗ എച്ച് പ്ലസ് ഒമേഗ വി. കറക്റ്റ്? ഇനി എഫിന് മാറ്റിയതാണ്, കൊറിയോളിസ് ഫോഴ്സ് F is equal to -2m ഒമേഗ ക്രോസിന് പകരം ഞാൻ ചെയ്തു കമ്പോണന്റ് ഒമേഗ എച്ച് ക്രോസ് പ്ലസ് ഒമേഗ വി ക്രോസ് വെലോസിറ്റി. ബ്രാക്കറ്റ് ഇവിടെ കൊടുക്കണം. ഓക്കെ, ഒന്നുമില്ല, ഇവിടെ ചെയ്തെന്താണ്, ഈ ഒമേഗയ്ക്ക് പകരം ഒമേഗേൻ്റെ വാല്യൂ ആയിട്ടുള്ള ഇത് കൊടുത്തു, കമ്പോണൻ്റ് ആയിട്ട് ഒമേഗയ്ക്ക് പകരം ഒമേഗേനെ ഡിസ്പ്ലേസ് ചെയ്തു, ഇത്രയോട് ചെയ്തു. ഇനി നമ്മൾ ക്രോസ് പ്രൊഡക്റ്റ് എടുക്കണം. ഒന്നുകൂടി ഇവിടെ എഴുതാം, F is equal to -2m ഒമേഗ എച്ച്. ആദ്യം ഒമേഗ എച്ചിനോട് ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യാം, വി. അതിനുശേഷം എന്താ, വെർട്ടിക്കൽ കമ്പോണന്റ് ഒമേഗ വിനോട് ക്രോസ് ചെയ്യാം. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, ആദ്യത്തെ ടേം നോക്കാം, ഒമേഗ എച്ച് ക്രോസ് വി, രണ്ടാമത്തെ ഒമേഗ വി ക്രോസ് വി ഡാഷ്. ഒമേഗ എച്ച് ക്രോസ് വി, അത് നോക്കാം. ഒബ്ജക്റ്റ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, ഇത് അങ്ങനെയാണ്, ഈ ഡയറക്ഷനാണ് മൂവ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ വിന്റെ ഡയറക്ഷൻ ഇത്, വി ഇത്
ഒമേഗ എച്ചിന്റെ ഡയറക്ഷൻ ഇതാണ്. ഒമേഗ എച്ച് ഇത് തന്നെയാണ്, രണ്ടും ഒരേ ഡയറക്ഷനാണ്. അപ്പോൾ രണ്ടും ഒരേ ഡയറക്ഷനിലെ വെക്ടർ ക്രോസ് പ്രൊഡക്റ്റ് ചെയ്ത് എന്താ കിട്ടുക? 0 ആണ് കിട്ടുക. അപ്പോൾ ഒമേഗ എച്ച് ക്രോസ് വി ഡാഷ് ഇസ് ഈക്വൽ ടു 0, കാരണം അത് രണ്ടും ഒരേ ഡയറക്ഷനാണ്. ഇനി അടുത്ത ആരാ? ഒമേഗ വി ക്രോസ് വി ഡാഷ്. ഒമേഗ വി ഇങ്ങോട്ടാണ്, നമ്മുടെ വി വെലോസിറ്റി ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടാണ് ക്രോസ് ചെയ്യേണ്ടത്. ഇവിടുന്ന് ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് എന്താ? ഈ പോയിന്റിൽ നിന്ന് ഔട്ട്വേർഡ് ദ പ്ലെയിൻ ആയിട്ട് ഉള്ള പെർപെൻഡിക്കുലർ ഡയറക്ഷൻ ആയിട്ട്, അതായത് ഒമേഗ വിക്കും വെലോസിറ്റിക്കും പെർപെൻഡിക്കുലർ ആയിട്ട് ഈ പോയിന്റിൽ നിന്ന് ഔട്ട്വേർഡ് ആയിട്ടുള്ള പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ് ഇതിന്റെ ക്രോസ് പ്രൊഡക്റ്റ് എടുത്ത് നമുക്ക് കിട്ടുക. അപ്പോൾ എഴുതാം F is equal to ഈ ടേം 0 ആയി. ബാക്കി ആരാള്? -2m ഇൻറ്റു ഒമേഗ വി ക്രോസ് വി ഡാഷ്. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കുക. -2m ഒമേഗ വി. എ ക്രോസ് ബി എന്ന് പറയുന്നത് എന്താ? എ ബി സൈൻ തീറ്റ അല്ലേ? അപ്പോൾ ഇവിടെ ആംഗിൾ 5 എടുത്ത്, അപ്പോൾ എ ക്രോസ് ബി എന്ന് പറയുന്നത് എ ബി സൈൻ 5. ഇവിടെ ഒമേഗ വി ക്രോസ് വി ഡാഷ്, അപ്പോൾ എന്താ? ഒമേഗ വി ഇൻറ്റു വി ഡാഷ് സൈൻ 5. വി ഡാഷ് സൈൻ 5. അതിൻ്റെ ഡയറക്ഷൻ എൻ ക്യാപ്പ്, ഒരു യൂണിറ്റ് വെക്ടർ എൻ ക്യാപ്പ് എന്ന് എടുത്തു. അപ്പോൾ ഈ ഒരു ഫോഴ്സ് ആയിരിക്കും ഇതിൽ ആക്ട് ചെയ്യുക. ഈ വെർട്ടിക്കലറായി ഇങ്ങനെ പോകുന്ന ഒരു മോഷൻ, ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ പോകുന്നു. അപ്പോൾ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഈ പോയിന്റ് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഉണ്ടാവുക. ആ ഫോഴ്സിന്റെ എക്സ്പ്രഷനാണ് നമ്മളിപ്പോൾ കണ്ടെത്തി കഴിഞ്ഞത്. ഓക്കെ, അപ്പോൾ ഈ ഫോഴ്സ് എന്തിനൊക്കെ പെർപെൻഡിക്കുലർ? F is perpendicular to V dash. V dash പെർപെൻഡിക്കുലർ ആയി. ഇതിനെ കുറച്ചുകൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് മനസ്സിലാക്കാം ചിത്രം വെച്ചിട്ട്. ഇവിടെ നോക്കും, ഈ ചിത്രത്തിൽ നോക്കാം, ഒരു ഒബ്ജക്റ്റ് ഇതെങ്ങനെ മൂവ് ചെയ്യാണ്. ഈ ഒരു മോഷൻ തന്നെയാണ് ഇത് അവിടെ എടുത്തിട്ടുള്ളത്. ഇങ്ങനെ മൂവ് ചെയ്യാണ്, അതായത് പോളിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്യുന്ന രീതിയിലാണ് പോകുന്നത്. ഇങ്ങനെ മൂവ് ചെയ്യാണ്. ഇങ്ങനെ മൂവ് ചെയ്യുന്ന നോർത്തേൺ ഹെമിസ്ഫിയറിലാണെങ്കിൽ കൊറിയോളിസ് ഫോഴ്സ് ഇങ്ങോട്ട് ആക്ട് ചെയ്യും. ഓക്കെ, ഇനി സദേൺ ഹെമിസ്ഫിയറിലാണെങ്കിലോ കൊറിയോളിസ് ഫോഴ്സ് ഇങ്ങോട്ടായിരിക്കും. അപ്പോൾ ഒരു കൊറിയോളിസ് ഫോഴ്സ് കാരണം ഇങ്ങനെ പോകുന്ന ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടാവും. ഈ ഒരു ഡിഫ്ലക്ഷൻ കാരണം ഇതൊരു സർക്കുലർ മോഷനിലേക്ക് വരും. ഇങ്ങനെ പോകുന്നു, സർക്കുലറായി മാറുന്നു. ഇവിടെ ഇതേപോലെ ഇങ്ങനെ പോകുന്നു, ഇങ്ങോട്ട് കൊറിയോളിസ് ഫോഴ്സ് കാരണം ഇങ്ങനെ വരുന്നു. അങ്ങനെ ഒരു സർക്കുലർ മോഷനാണ് ഉണ്ടാകുന്നത്. അത് അവിടെ എഴുതിയിട്ടുണ്ട്. F is always perpendicular to V. In the absence of other horizontal forces, it would produce a circular motion. അത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ എന്തായിരിക്കും? സർക്കുലർ ക്ലോക്ക് വൈസ് ആയിരിക്കും. സദേൺ ഹെമിസ്ഫിയറിൽ ആന്റി ക്ലോക്ക് വൈസ്. സദേൺ ഹെമിസ്ഫിയറിൽ ആന്റി ക്ലോക്ക് വൈസ്. ഇങ്ങനെ പോയിരുന്ന ആള് ഇങ്ങനെ ഡിഫ്ലക്ട് ചെയ്ത് ഈ ഒരു സർക്കുലർ മോഷനിൽ വരും. ഇവിടെയോ നോർത്തേൺ ഹെമിസ്ഫിയറിൽ നേരെ പോകുന്നു, ഈ ഫോഴ്സ് ഇങ്ങോട്ട് വലിക്കുന്നു, അപ്പം ഇങ്ങനെ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഓക്കെ, ഇനി മൂന്നാമത്തെ വെതർ സിസ്റ്റം. വെതറിന് എങ്ങനെയാണ് ഈ കൊറിയോളിസ് ഫോഴ്സ് എഫക്ട് ചെയ്യുന്നത്? അപ്പോൾ നമ്മളിപ്പോൾ അന്തരീക്ഷത്തിൽ അറ്റ്മോസ്ഫിയറിൽ ചില സമയത്ത് ലോ പ്രഷറും ഹൈ പ്രഷറും വരും. ഇത് കാരണമാണ് എന്ത് വിൻഡ് ഫ്ലോ നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഉദാഹരണം നോക്കാം. In the absence of other forces, the wind would blow inward. അപ്പോൾ ഇവിടെ നോക്കാം, ഇവിടെ ഒരു ലോ പ്രഷർ ഏരിയ ഉണ്ട്. അപ്പോൾ എന്താ? പുറത്ത് ഹൈ പ്രഷറാണ്. അപ്പം കാറ്റ് എങ്ങോട്ട് വരും? ഉള്ളോട്ട് വരും. ഇൻവേർഡ് ആയിട്ട് വരുന്നു. ഇങ്ങനെയാണ് നടക്കേണ്ടത്. അതായത് വേറൊരു ഫോഴ്സും ഇല്ലെങ്കിൽ ഇങ്ങനെയാണ് നടക്കേണ്ടത്. കാറ്റ് എല്ലാ സൈഡിൽ നിന്ന് ഇൻവേർഡ് ആയിട്ട് ഇങ്ങനെ വരിക, കാറ്റ് വരിക.
പക്ഷെ നമ്മുടെ എർത്ത് എന്താ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഈ റൊട്ടേറ്റ് ചെയ്യാൻ കാരണം കൊറിയോളിസ് ഫോഴ്സ്. ഈ കൊറിയോളിസ് ഫോഴ്സ് കാരണം ഇങ്ങനെ ഇൻവേർഡ് ആയി വരുന്ന ഫോഴ്സുകൾ ഇതെന്ത് ചെയ്യും, സർക്കുലാർ മോഷനിലേക്ക് മാറ്റും. അതാണ് ഇവിടെ കാണുന്നത്. ഇതാ, as the air begins to flow inward, it is deflected sideways by the Coriolis force. Coriolis force കാരണം എന്താ, ഇങ്ങനെ ഇൻവേർഡ് ആയിരുന്ന ഇങ്ങനത്തെ ഫോഴ്സുകൾ കൊറിയോളിസ് ഫോഴ്സ് കാരണം ഇങ്ങനെ ഇങ്ങോട്ട് സർക്കുലാർ മോഷനിലേക്ക് മാറി വരും. സർക്കുലാർ മോഷൻ, സർക്കുലർ മോഷൻ. ഇതാ ഈ ചെറിയ ചെറിയ ആരോസ് ആണ് കൊറിയോളിസ് ഫോഴ്സിന്റെ ആരോസ്. കൊറിയോളിസ് ഫോഴ്സ് കാരണം പുറത്തേക്ക് പോകുന്ന ആൾ ഇങ്ങനെ വരും, ഇങ്ങനെ ഒരു സർക്കുലാർ മോഷൻ. ഇതും അങ്ങനെ തന്നെ സർക്കുലാർ മോഷൻ. അപ്പോൾ ഈ സൈക്ലോണിന്റെ ഒക്കെ പിന്നിലുള്ളതും ഇത് തന്നെയാണ്, കൊറിയോളിസ് ഫോഴ്സ് കാരണം തന്നെയാണ് ഈ ഒരു മാറ്റം ഉണ്ടാകുന്നത്. അതേപോലെ നദികൾ നോർത്തിലേക്ക്, അതായത് നോർത്തേൺ ഹെമിസ്ഫിയറിലേക്ക് ഒഴുകുന്ന നദികൾ, ഈ നദികൾക്കൊക്കെ എന്താണ് ഈ കൊറിയോളിസ് ഫോഴ്സിന്റെ എഫക്റ്റ് കാരണം ഇങ്ങോട്ടൊരു ഫോഴ്സ് ആക്ട് ചെയ്യും അല്ലേ. അപ്പോൾ ഒരു ഭാഗത്തേക്ക് മാത്രമായിട്ട് എക്കൽ ഇങ്ങനെ അടിയും, അതായത് എറോഷൻ സംഭവിക്കും. ഒരു പുഴേന്റെ ഒരു സൈഡിലേക്ക് എക്കലടിയും, മറ്റേ ഭാഗത്തേക്ക് വെള്ളം ഒഴുകുന്നതിന് കാരണമായിട്ട് നേരെ ഒഴുകേണ്ട നദി കൊറിയോളിസ് ഫോഴ്സ് കാരണം ഇങ്ങനെ ഒരു എഫക്റ്റ്, ഈ ഒരു ഫോഴ്സ് കാരണം ഇങ്ങനെ, അപ്പോൾ ഒരു ഭാഗത്തേക്ക് എറോഷൻ നടക്കും. അപ്പോൾ ഇതൊക്കെ കൊറിയോളിസ് ഫോഴ്സിന്റെ എഫക്ട്സ് ഓഫ് കൊറിയോളിസ് ഫോഴ്സിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്.